പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. കടുത്ത മത്സരമാണ് പാലക്കാട് നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഉറക്കെ പറയുന്നു, ഒന്നിച്ചു പറയുന്നു, കടുത്ത മത്സരമാണ്, ത്രികോണ മത്സരമാണ് എന്ന്. ത്രികോണ മത്സരത്തിലേക്ക് LDFന് ഉയരാൻ കഴിഞ്ഞു എന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിജയമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായിരുന്നു LDF. ത്രികോണ മത്സരത്തിലേക്ക് മത്സരം എത്തിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാം മാറിയിട്ടുണ്ട്, ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് UDFനോടൊപ്പം നിൽക്കുന്ന പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഒന്നിച്ച് പറയുന്നുമുണ്ട്. ഈ മത്സരം നടക്കുന്നത് നിയമസഭയിലേക്കാണ്. 3 പ്രധാന സ്ഥാനാർത്ഥികൾ 3 മുന്നണികളെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നു. സമാന്തരമായി മറ്റൊരു മത്സരം കൂടി നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിനകത്താണ്. കോൺഗ്രസിനകത്ത് മത്സരത്തിൽ സ്ഥാനാർത്ഥി 1 VD സതീശനും ഷാഫി പറമ്പിലുമാണ്. ഇവരുടെ എതിർ സ്ഥാനാർത്ഥി മറ്റാരുമല്ല, VD സതീശൻ വിരുദ്ധരാണ്. ഈ 2 വിഭാഗം തമ്മിലാണ് മത്സരം. ചേലക്കരയിൽ ആര് ജയിക്കുമെന്നത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. LDF ജയിക്കും, ഭൂരിപക്ഷം എത്ര എന്നതേ അറിയാനുള്ളൂ. വയനാട്ടിൽ ആര് ജയിക്കുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അതും ഭൂരിപക്ഷം എത്ര എന്നതേ അറിയാനുള്ളൂ. വയനാട്ടിൽ ഭൂരിപക്ഷം കുറയുകയും ചേലക്കരയിൽ LDF വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്താൽ VD സതീശന് പ്രതിപക്ഷ നേതാവിന് പറഞ്ഞു നിൽക്കാൻ കഴിയാതെ വരും. അത് അദ്ദേഹത്തിൻ്റെ കസേര തെറിക്കുന്നിടത്തേക്ക് എത്തും എന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാട് എങ്ങനെയെങ്കിലും ജയിച്ചേ തരൂ, എന്ത് വില കൊടുത്തും ജയിച്ചേ തരൂ. അത് VD സതീശിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും രാഷ്ട്രീയ നിലനിൽപ്പിന് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് VD സതീശിൻ്റെ. അതുകൊണ്ട് തന്നെ VD സതീശനെ ഒതുക്കാൻ ശ്രമിക്കുന്നവർ, VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നവർ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. അവർ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം വീണ്ടും പ്രതിപക്ഷ നേതാവ് ആകുമെന്ന് എല്ലാവരും കരുതിയതാണ്. MLA മാർ എല്ലാവരും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതാണ്. നിയമസഭ MLA മാരിൽ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ അവരുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആകണം, വീണ്ടും പ്രതിപക്ഷ നേതാവ് ആകണം എന്നാണ് ഭൂരിപക്ഷം MLA മാരും ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി ഹൈക്കമാൻഡിനെ കൊണ്ട് മറ്റൊരു തീരുമാനം എടുപ്പിച്ചാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. അന്നു മുതൽ തുടങ്ങിയതാണ് രമേശ് ചെന്നിത്തല VD സതീശനെ ഒന്ന് കുറച്ച് കാണിക്കാൻ. ഞാനും കൂടി പ്രതിപക്ഷ നേതാവാണ്, നിലവിലുള്ള പ്രതിപക്ഷ നേതാവിനേക്കാളും അറിവും വിജ്ഞാനവും എനിക്ക് കൂടുതലാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരന്തരമായി ഇടപെടാറുണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. പലപ്പോഴും VD സതീശൻ നിശബ്ദനായി മാറി നിൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തലയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നത് KC വേണുഗോപാൽ ഇടപെട്ടു. അതോടുകൂടി കളിക്കളം മുഴുവനായും VD സതീശൻ ഏറ്റെടുത്തു. ഇപ്പോഴിതാ മറ്റൊരു എതിരാളി കൂടി വന്നിട്ടുണ്ട്, K മുരളീധരനാണ്. ഒന്നാമത് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. VD സതീശൻ തോൽക്കേണ്ടത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിക്ക് ആവശ്യമാണ്, വെറും ആവശ്യമല്ല, അത്യാവശ്യമാണ്. രണ്ടാമത് K മുരളീധരൻ തന്നെയാണ്. K മുരളീധരൻ രമേശ് ചെന്നിത്തലയെ പോലെ കർട്ടന് പിറകിൽ നിന്ന് കളിക്കാൻ ആഗ്രഹിക്കാത്ത നേതാവാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം എപ്പോഴും വിളിച്ചു പറയും. അദ്ദേഹത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ, എല്ലാം നേരെ വാ നേരെ പോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. അത് അദ്ദേഹത്തിന് പലപ്പോഴും ദോഷമായി മാറിയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ VD സതീശൻ തോൽക്കേണ്ടത് രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ K മുരളീധരൻ്റെയും ആവശ്യമാണ്. കാരണം K മുരളീധരനെയാണ് പാലക്കാട് മത്സരിപ്പിക്കാൻ DCC തീരുമാനിക്കുന്നത്. ആ DCC തീരുമാനത്തെ വെട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു പോയാൽ K മുരളീധരനേക്കാളും വലിയവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സ്ഥാപിക്കപ്പെടും. അത് K മുരളീധരന് തീരെ താല്പര്യമില്ല. അതോടൊപ്പം K മുരളീധരന്റെ പേര് വെട്ടിയതിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ വേദനയുണ്ട്, വലിയ തോതിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കാറുമുണ്ട്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ പോലും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു, അത് അല്പം വിജയിച്ചിട്ടുണ്ട്. പുറമേ അദ്ദേഹം സന്ദീപ് വാര്യരുമായി വേദി പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഉള്ളിൽ ആ എതിർപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. കാരണം K കരുണാകരൻ്റെ മകനാണ്. K കരുണാകരന് നല്ല അനുയായി വൃന്ദമുണ്ട് കേരളത്തിൽ. അതോടൊപ്പം തന്നെ K മുരളീധരനും അതുപോലെ തന്നെ അനുയായി വൃന്ദമുണ്ട് കോൺഗ്രസിനകത്ത്. ആ വേദന കോൺഗ്രസ് അണികൾ കൂടി പ്രതിഫലിപ്പിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാവും. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാകുക എന്ന് പറഞ്ഞാൽ VD സതീശന് എതിരാകും.
അതുകൊണ്ട് കളിക്കുന്നുണ്ട് നന്നായി കെ മുരളീധരനും. അതോടൊപ്പം കെ സുധാകരൻ ഇപ്പോൾ ഇലക്ഷൻ പ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ടുണ്ട്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നാൽ സന്ദീപ് വാര്യർ വന്ന ഒരു സമയമുണ്ട് വാർത്താ സമ്മേളനത്തിലേക്ക്. അപ്പോൾ അവിടെ കെ സുധാകരനുണ്ട്. കെ സുധാകരൻ്റെ മുഖം ഒന്ന് നോക്കണം. ആ ദൃശ്യങ്ങൾ കണ്ടാൽ, ആ ഫോട്ടോ കണ്ടാൽ അത് വ്യക്തമാകും. തീരെ സന്തോഷമില്ല കെ സുധാകരന്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കെ സുധാകരനെ ഇരുട്ടിൽ നിർത്തിയായിരുന്നു സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമവും വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ ചേർന്ന് നടത്തിയത്. ഏറ്റവും ഒടുവിലാണ് കെ സുധാകരൻ KPCC പ്രസിഡന്റ് കാര്യങ്ങൾ അറിയുന്നത്. അദ്ദേഹം ഇപ്പോൾ മൗനം പാലിക്കുന്നുണ്ട് എങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം വി ഡി സതീശനെതിരെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കെ സുധാകരന്റെ അനുയായികൾ പറയുന്നത്. കാരണം കെ സുധാകരനെ അവഗണിച്ചുകൊണ്ട് ഇരുട്ടിൽ നിർത്തിയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നത് വി ഡി സതീശൻ. അതിന് വലിയ അതൃപ്തിയുണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളും അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ വി ഡി സതീശന്റെ യുഗമായിരിക്കും കോൺഗ്രസിനകത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റാൽ വി ഡി സതീശന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകും, യുഗം അവസാനിക്കും, പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും ഇളക്കം തട്ടും എന്നർത്ഥം. അതുകൊണ്ട് വളരെ നിർണായകമാണ് പാലക്കാട്ടെ മത്സരം. കേവലം ഒരു MLA തിരഞ്ഞെടുക്കുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ നേതാക്കളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന മത്സരം കൂടിയാണ്. അതുകൊണ്ട് വളരെ അധികം പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിൽ തന്നെ കോൺഗ്രസിനകത്ത് ഭിന്നത വ്യക്തമാണ്. അത് എങ്ങനെ വോട്ടിൽ പ്രതിഫലിക്കും? രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ ഒരു വിഭാഗം നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോൽപ്പിക്കാൻ മറുവിഭാഗവും ശ്രമിക്കുന്നു. കാലത്തിൽ എന്ത് നടക്കും എന്നതേ ഇനി അറിയാനുള്ളൂ. കാലുവാരുമോ ഇല്ലയോ എന്നതേ അറിയാനുള്ളൂ. കാലുവാരി തോൽപ്പിക്കേണ്ടത് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യമാണ്. വിഭാഗവും കൂടി രാഹുൽ മാങ്കൂട്ടത്തെ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വിഭാഗത്തിന് മറ്റൊരു നേതാവിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ശശി തരൂരാണ്. അത്തരം ആലോചനകൾ വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ജയിക്കേണ്ടത് ഷാഫി പറമ്പിലിനും അതിനേക്കാളും അധികം വി ഡി സതീശനും അത്യാവശ്യമാണ്. തോൽക്കേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കും കെ മുരളീധരനും കെ സുധാകരനും വിഭാഗത്തിനും അത്യാവശ്യമാണ്. അതുകൊണ്ട് നിർണായകമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ്. ഇത് കേവലം ഒരു MLA കണ്ടെത്താനുള്ള വോട്ടെടുപ്പോ തെരഞ്ഞെടുപ്പോ അല്ല, പകരം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ത് നടക്കും, എന്ത് നടക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്.